ചില ക്രൈസ്തവ കാവിക്കൂട്ടങ്ങൾ തലശ്ശേരി ബിഷപ്പിനെ വാട്സപ്പിലൂടെയും FB-യിലൂടെയും അധിക്ഷേപിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറച്ചായി. സൈബർ ആക്രമണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് സഭാവിശ്വാസികൾ പിതാവിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. മാർ പാമ്പ്ലാനി എന്ത് തെറ്റാണ് ഈ ക്രിസംഗികളോട് ചെയ്തത് എന്നറിയുന്നത് നല്ലതായിരിക്കും. ജനാധിപത്യ കേരളത്തിൽ അദ്ദേഹം ചില സമുദായ സംഘടനകളുമായി അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ട്. തലശ്ശേരിയാകുമ്പോൾ നമുക്കറിയാം മുസ്ലിം സമുദായ സംഘടനകളുണ്ടാകാം, അതുപോലെ തന്നെ മറ്റ് സംഘടനകൾ, അതായത് CPM പോലുള്ള സംഘടനകൾ, കോൺഗ്രസ്, കേരള കോൺഗ്രസ്, അങ്ങനെയുള്ള സംഘടനകളുമായൊക്കെ പാമ്പ്ലാനിക്ക് നല്ല അടുത്ത ബന്ധമാണ്. ഇത് ഈ ക്രിസംഗികൾക്ക് ഒട്ടും പിടിക്കുന്നില്ല. അവർ ചെയ്തു വയ്ക്കുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഈ പിതാവ് തന്നെ ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലൂടെ പറഞ്ഞതാണ്. അവർ ചെയ്യുന്നത് സഭയ്ക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത്. അവർക്ക് ആഗ്രഹം സഭയെ BJP-യിലേക്ക് ചേർക്കുക, ലയിപ്പിക്കുക, ക്രൈസ്തവ സഭകളെ BJP-യിലേക്ക് അടുപ്പിക്കുക. അങ്ങനെ എന്താണ് ഈ ഒരു ഹിന്ദുത്വ അജണ്ട സഭയ്ക്കുള്ളിൽ നടപ്പിലാക്കുക എന്നതാണ് ഈ ക്രിസംഗികൾ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രത്യേകിച്ച് കാസ പോലുള്ള സംഘടനകൾ. കാസയുടെ ഉത്ഭവത്തെക്കുറിച്ചൊക്കെ നേരത്തെ തന്നെ വാർത്തകൾ വന്നിട്ടുണ്ടല്ലോ. അത് വെറുതെ മുസ്ലിം സമുദായത്തെയും അവരുടെ സംഘടനകളെ എതിർക്കാൻ വേണ്ടി മാത്രം പടച്ചുവിട്ട ഒരു സംഘടനയാണ് കാസ. അവരാണ് ഈ ക്രിസംഗികൾ എന്ന് പറയുന്നത്. അവരാണ് ഈ പിതാവിനെതിരെ ഇങ്ങനെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. സഭയിൽ ഏതെങ്കിലും ഒരു സമുദായ നേതാവിനെയോ അല്ലെങ്കിൽ ഒരു CPM നേതാവിനെയോ കേരള കോൺഗ്രസ്സുകാരനെയോ കോൺഗ്രസ്സുകാരനെയോ പൊതുവേദിയിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ, അതായത് എന്തെങ്കിലും പരിപാടിയിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് വിരളി പിടിക്കും. ഇവർ തലങ്ങും വിലങ്ങും എഴുതി തുടങ്ങും. ഇങ്ങനെ ആളുകളെ കൊണ്ടുവരുന്നത് പിതാവിന് ബന്ധമുള്ളത് കൊണ്ടാണ്, പിതാവിന് ചില സമുദായ സംഘടനകളോട് അഭിനിവേശമാണ്, അടുത്ത ബന്ധമാണ്, അതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം, BJP-ക്കാരും വിളിക്കുന്നില്ല എന്നൊക്കെ പറയും. BJP-ക്കാർ എന്താണ് ചെയ്യുന്നതെന്ന് ഇവർ മറച്ചു വയ്ക്കുകയും ചെയ്യുന്നു. പാലക്കാടൊക്കെ മിനി മണിപ്പൂറൊക്കെ അരങ്ങേറിയത് നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. അതായത് സ്കൂളിലെ ക്രിസ്മസ് പുൽക്കൂട് പൊളിച്ചു കളയുക, സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം തകർക്കുക, VHP-ക്കാർ അറസ്റ്റിലായ സംഭവമൊക്കെ ഉണ്ട്. ഇതൊന്നും ഇവർ കാണില്ല. ഇവർക്ക് അല്ലെങ്കിൽ മണിപ്പൂരിൽ നടന്ന സംഭവം കാണില്ല. ഇവർക്ക് ആവശ്യം ഇവരെ കാവ്യവൽക്കരിക്കുക, സഭയെ കാവ്യവൽക്കരിക്കുക. അതാണ് ഈ ക്രൈസ്തവ കാവിക്കൂട്ടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയാണ് പിതാവ് കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ചാനലിൽ അഭിമുഖം കൊടുത്തപ്പോൾ പറഞ്ഞു, ഇത് ശരിയായ രീതിയല്ല. അവർ സഭയ്ക്ക് അനുകൂലമായി ചെയ്യുന്നതിനെ വിമർശിക്കുന്നില്ല, പക്ഷേ സഭയ്ക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നു, അതിനെ വിമർശിക്കുക തന്നെ ചെയ്യും. സഭയിൽ ഏതെങ്കിലും ഒരു ക്രൈസ്തവ സഭയിലോ അല്ലെങ്കിൽ ഇടവകയിലോ നടക്കുന്ന പൊതുപരിപാടികളിൽ എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിയാണ്, മതേതര സ്വഭാവം കാത്തു സൂക്ഷിച്ചാണ് പരിപാടികൾ സംഘടിപ്പിക്കുക. അതിനാൽ ചിലപ്പോൾ CPM-കാരെ വിളിക്കും, ചിലപ്പോൾ കോൺഗ്രസ്സുകാരെ വിളിക്കും, ചിലപ്പോൾ മറ്റേതെങ്കിലും രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട ആളുകളെ വിളിക്കാം. അത് വിളിക്കുമ്പോൾ ഇവർക്ക് എന്തുകൊണ്ടാണ് ഈ ക്രിസംഗികൾക്ക് വിരളി പിടിക്കുന്നത് എന്ന് പിതാവിന് മനസ്സിലാകുന്നില്ല. പിതാവിന് എന്ത് വന്നാലും ഇവർ പല കോണുകളിലൂടെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ യഥാർത്ഥ വിശ്വാസി സമൂഹം പറയുന്നത് നിയമ നടപടി സ്വീകരിക്കണമെന്നാണ്. ഇതിനിടയിലാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നു, സഭയെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് ഈ സ്നേഹ സന്ദേശ യാത്രയൊക്കെ BJP സംഘടിപ്പിച്ചത്. അതിനിടയിലാണ് VHP-ക്കാരെ 3 പേരെ ക്രിസ്മസ് പരിപാടി അലങ്കോലപ്പെടുത്തിയതിന്, സ്കൂളിൽ കയറി അധ്യാപകരെ അധിക്ഷേപിച്ചതിന് 3 VHP-ക്കാരെ പോലീസ് പിടികൂടിയത്. ഇങ്ങനെയാണ് കേരളത്തിൻ്റെ അവസ്ഥ. ഒരു പിതാവിന്, ഒരു ബിഷപ്പിന് ഒരു കാര്യവും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ക്രിസംഗികൾ സഭയ്ക്കുള്ളിൽ ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയാണ് വിശ്വാസി സമൂഹം ഇപ്പോൾ ഉണർന്ന് പ്രവർത്തിക്കുന്നത്. ഖാദറിക്കാട് ഫേവറേറ്റ് പാല്. കൊഴുപ്പ് കുറഞ്ഞത് കത്രിന ചേച്ചിക്ക്, കൊഴുപ്പുള്ളത് കിങ്ങിണിക്ക്, ജിമ്മൻ ജോണിക്ക് സ്പെഷ്യൽ പാല്. ഹലോ, ഇന്നോട്ട് ഞങ്ങൾക്കും കൂടെ മിൽമ. അല്ല, മിൽമ പാല് പലതരത്തിലുണ്ടല്ലോ, അതിലേതാ? ഞങ്ങൾക്ക് നീലപ്പാക്കറ്റ്. ഓ, അപ്പൊ നിങ്ങൾക്ക് ചായക്കുള്ള പാൽ പ്രൈം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് 5 വേരിയന്റുകളിൽ മിൽമ ഇപ്പോൾ പുതിയ പാക്കിംഗിൽ. ടോണ്ടായാലോ? അല്ല, പാലേ. മിൽമ, കേരളം കണി കണ്ടുണരുന്ന നന്മ.